ഹായ് മിറക്കിൾ മേക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. കുറച്ച് നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് തിരക്കായപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതേപോലെ മെഡിറ്റേഷൻ കോഴ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം തിരക്ക് വന്നു പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബിസിനസ് ഇതൊക്കെ ആയിട്ട് ഒത്തിരി തിരക്കായത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നു ഞാൻ ഭയങ്കര ഒരു നിങ്ങളോട് ചെയ്യുന്ന ഒരു ചതി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതുപോലെ പെർഫെക്റ്റ് ആയ ഒരു ദിവസം ഇനി ഇല്ല. ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ 8/8 പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന, ലയൺസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഓഗസ്റ്റ് 8 എന്ന തീയതി. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ബിഗിനേഴ്സ് ആണ്, അതോ ഏത് ലെവലിലോ ആയിക്കോട്ടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നിഷ്പ്രയാസം വലിയ എഫോർട്ടേ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് വലിയൊരു പോർട്ടലാണ് 8/8 അല്ലെങ്കിൽ ലയൺസ് പോർട്ടൽ എന്ന് പറയുന്നത്. പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം, അതായത് പോർട്ടൽ ഓപ്പൺ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു എനർജി, കോസ്മിക് എനർജിയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ആ ഒരു എനർജി നമ്മൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കും. ഇപ്പം എന്നും നമ്മളുടെ ഭൂമിയിലേക്ക് വരുന്ന കോസ്മിക് എനർജി ഒരു 100 ആണെന്ന് കരുതിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ പോർട്ടൽ ഓപ്പൺ ആവുന്ന ദിവസത്തെ ചിലപ്പം 100 മടങ്ങ് അല്ലെങ്കിൽ 10,000 മടങ്ങ് എനർജി ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു എനർജി പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ കോഴ്സായ ഹീൽ ആൻഡ് റൈസിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പേരും പ്രോഗ്രാമിന്റെ പേരായ ഹീൽ ആൻഡ് റൈസ് എന്നും എഴുതുക. അതല്ല ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് എഴുതുക. മെഡിറ്റേഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് എഴുതുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലയൺസ് പോർട്ടൽ ഉപയോഗിച്ച് 8/8 പോർട്ടൽ ഉപയോഗിച്ച് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ആയിക്കോട്ടെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാനായിട്ട്, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മണി റിലേറ്റഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. എഴുതുന്നത് പ്രസന്റ് ടെൻസിലായിരിക്കണം, അതായത് നടന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഡിയർ യൂണിവേഴ്സ്, എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ലഭിച്ചതിന് നന്ദി എന്ന രീതിയിലാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞു, അങ്ങനെ എഴുതുകയാണ് വേണ്ടുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇങ്ക് വെച്ചിട്ടും, അതല്ല ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ റെഡ് ഇങ്ക് വെച്ചിട്ടും, മറ്റേതൊരു ആഗ്രഹത്തിനാണെങ്കിൽ കൂടി ബ്ലൂ ഇങ്ക് വെച്ചിട്ടുമാണ് നിങ്ങൾ എഴുതേണ്ടത്. വൈറ്റ് പേപ്പറോ ലൈൻ പേപ്പറോ ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് പേപ്പറാണ്. ലൈൻ പേപ്പർ എന്ന് പറയുമ്പോൾ ലൈൻ ഇട്ട റൂൾഡ് പേപ്പർ ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു എനർജി ബ്രേക്ക് വരും. അതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വൈറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറിനകത്താണ് എഴുതേണ്ടത് എന്നാണ്. ഈ ആഗ്രഹം എഴുതേണ്ടത്, ഈ ഒരു പോർട്ടൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് രാവിലെ 8 തൊട്ട് രാത്രി 8 വരെയാണ്. രാവിലത്തെ സമയം നിങ്ങൾ മിസ് ചെയ്ത് കാണും, കുഴപ്പമില്ല. രാത്രിത്തെ സമയം വളരെയധികം പവർഫുൾ തന്നെയാണ്. 8 തൊട്ട് 8:59, അതായത് 9 മണിക്ക് മുമ്പുള്ള സമയം, ആ ഒരു മണിക്കൂറിൽ 59 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. മീൻസ് അത്രയ്ക്ക് പവർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 8 മണിക്ക് തന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ 8 മണിക്ക് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഏത് കളറാണോ വേണ്ടത് ആ കളർ വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം 8 തവണയാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതിയതിന് ശേഷം ആ ഒരു പേപ്പറിനെ 4ആയിട്ട് മടക്കിയിട്ട് അതിന് മുകളിൽ കൈവച്ച് അല്ലെങ്കിൽ കൈക്കുള്ളിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു യൂണിവേഴ്സ്. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്ന്. ആ ഒരു നിങ്ങളുടെ ഫീലിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നിങ്ങൾ വെറുതെ താങ്ക് യു നമുക്ക് പല രീതിയിൽ പറയാം, താങ്ക് യു, അതിനകത്തൊരു ഫീലിങ്സ് ഇല്ല. പക്ഷെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അതിനകത്ത് കാണുന്നുണ്ട്. അത്രയ്ക്ക് ഫീലിങ്സോടെയാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങൾക്ക് ഫുഡ് തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നിങ്ങളൊരു 100 രൂപ ഇല്ലാഞ്ഞ് കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊരു 100 രൂപ എവിടെന്നെങ്കിലും ആരെങ്കിലും തന്നാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ തോന്നും? സെയിം അവസ്ഥ തന്നെയാണിത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്, പക്ഷെ അത് യൂണിവേഴ്സ് തരുമ്പം നിങ്ങൾക്ക് എന്തൊരു ഫീലാണ് ഉണ്ടാകുന്നത്? ആ ഒരു സന്തോഷത്തിലാണ് യൂണിവേഴ്സിന്റെ അടുത്ത് നന്ദി പറയേണ്ടത്. ഇനി ഈ എഴുതിയ പേപ്പർ നിങ്ങൾക്ക് മറ്റുള്ളവർ കാണുമെന്നുള്ളൊരു പേടി ഉള്ളിലുള്ളവരാണെങ്കിൽ ഒരിക്കലും അത് വെച്ചിരിക്കരുത്. അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ്. പക്ഷേ കാരണം അങ്ങനൊരു പേടി നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനെ എപ്പോഴും ഹിൻഡർ ചെയ്യും. കാരണം ഞാൻ മാനിഫെസ്റ്റേഷൻ പഠിച്ച സമയത്തൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ എനിക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ലവ് റിലേഷൻഷിപ്പിന്റെ എഴുതുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വീട്ടിലറിഞ്ഞാലോ ആരെങ്കിലും കണ്ടാലോ അതൊരു ഇഷ്യൂ ആകില്ലേ എന്നുള്ളത്. ആ ഒരു പേടി ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു
റിലേഷൻഷിപ്പിന്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കുറെ നാളെടുത്ത് ഇത് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങൾക്കൊരു പേടി ഉള്ളിലുണ്ടോ? നിങ്ങൾ ഇത് വെക്കണ്ട, നിങ്ങളിത് കത്തിച്ച് കളയുക, അതല്ലെങ്കിൽ കീറിക്കളയുക. ആർക്കും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഹിൻഡറിങ് ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് പോയി അത് കാണുമോ എന്നുള്ളത് കത്തിച്ച് കഴിഞ്ഞ് തീർന്നു. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ പേപ്പർ എന്ത് വേണമെന്ന് ചെയ്യാം, കാരണം അത് കഴിഞ്ഞു. നിങ്ങൾ ആ എഴുതുമ്പം മഷിയുടെ എനർജി, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ എനർജി, നിങ്ങളുടെ തോട്ടിന്റെ എനർജി, നിങ്ങളുടെ ഫീലിങ്സിന്റെ എനർജി, ഇതൊക്കെ കൊണ്ടിട്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നിങ്ങളത് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെച്ചിരുന്ന് ഡെയിലി വായിക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്തത് കൊണ്ടും തെറ്റൊന്നുമില്ല. ഇതല്ല നിങ്ങൾക്ക് എന്നും ഇത് വായിക്കാനാണെങ്കിൽ എന്നും അത് എഴുതിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇങ്ങനെ ഒരു പേടി കിടക്കുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് കത്തിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷന്റെ സീക്രട്ടുകളും ടിപ്പുകളും വീഡിയോകളും കാണുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.